പേഴ്സണലി പണ്ട് ഞാൻ കുറേ ചിരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത്രയ്ക്കില്ല. ഞാൻ പണ്ട് കുറേ പേരെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അത്രയ്ക്കില്ല. ഞാൻ നോക്കിയപ്പോൾ സിനിമ ആസ് എ പാർട്ട് ഓഫ് ലൈഫ് കൊണ്ടുപോകുന്ന എനിക്ക് കുറേ മിസ്സായിട്ടുള്ളത് കോമഡി സിനിമകളാണ്. പണ്ട് ഇതിന് ക്ഷാമമില്ലായിരുന്നു. ഒരു ഇൻഫിനിറ്റ് നമ്പർ ഉണ്ടായിരുന്നു. പണ്ട് ഒരു സ്ഥിരം ടിവി വാച്ചർ അല്ലെങ്കിൽ മൂവി വാച്ചർ എന്നുള്ള രീതിക്ക് നമുക്ക് ടിവി തുറന്നാൽ നമുക്ക് ഇതേ ഉള്ളൂ. പ്രത്യേകിച്ച് മലയാളത്തിലും തമിഴിലൊക്കെ കോമഡി കണ്ടന്റുകളേ ഉള്ളൂ. സോ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ലൈഫ് വാസ് സോ ഗുഡ് എന്ന് പറയാം. കാരണം നമുക്ക് എന്തൊക്കെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ജസ്റ്റ് ഒരു 5 മിനിറ്റ് ടി വി കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോമഡി സീൻ അവിടെ കാണും. നമ്മൾ എന്തെങ്കിലും ഒരു സിനിമ കണ്ടാൽ അവിടെ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് സിനിമകൾ നമുക്ക് വരുന്നുണ്ട്. പല രീതിയിലുള്ള ജോണേഴ്സ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ ആരും ട്രൈ ചെയ്യാത്ത സിനിമകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ മിസ്സായി പോയ, നമ്മൾ വിട്ടുപോയ ഒരു വലിയ ഫാക്ടേഴ്സിലൊന്ന്, ഒരു വലിയ ജോണർ തന്നെ കോമഡിയാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ഒരു സോൾ എന്ന് പറഞ്ഞാൽ ഒരു മോളിവുഡ് മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 80s 90s 2000 2010 വരെ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേണേ അല്ല ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി മിസ് ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്ന ഒന്നാണ് കോമഡി എന്ന് പറയുന്നത്. ആൻഡ് അത് വലിയ തോതിൽ നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പോവുകയും അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഡയലോഗുകളിൽ പകുതിയും ഈ സിനിമ ഡയലോഗുകളായിരിക്കും. സിനിമ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ സിനിമയെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തവരുടെ അടുത്ത് ഈ ഡയലോഗ് ഓർട്ടൊരു കാര്യമില്ല. അതായത് നമ്മുടെ ഇൻട്രാക്ഷൻസിലും ഡയലോഗ്സിലൊക്കെ സ്ഥിരമായിട്ട് കയറി വരും. നമ്മളതിനെ അറിയാതെ കയറി വരുന്ന നമ്മൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ കണ്ട് നമുക്ക് മനപ്പാടായ നമ്മൾ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഡയലോഗ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള നല്ല നല്ല സിനിമകളിൽ നിന്നാണ്, കോമഡി സിനിമകളിൽ നിന്നൊക്കെയാണ്. അത് നമ്മുടെ ലൈഫിലെ ഏത് സിറ്റുവേഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയും ഡയലോഗുകളുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് അങ്ങനത്തെ ഒരു ഡയലോഗൊന്നും എണ്ണിപ്പറക്കി എടുക്കാൻ പറ്റി പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം നമുക്ക് വരാറില്ല. സോ എനിക്ക് പറയാനുള്ളത് ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നവർക്ക് ചെയ്യേണ്ടതെന്നല്ല, അവരാരും ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവർ, ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഷോർട്ട് ഫിലിമൊക്കെ അയച്ചു തന്നിട്ട് ഇതൊന്ന് കണ്ടു നോക്കുന്നു പറയുന്നത് അവരുടെയൊക്കെ പ്രധാന ഉദ്ദേശം ഇതിലൂടെ സിനിമയിലെത്തുക എന്നുള്ളതാണ്. ശരിയാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാവരും ഒരേ സാധനം തന്നെയാണ്. ഇപ്പോൾ മറ്റൊരാൾ ചെയ്ത അതേ സാധനം തന്നെയാണ്, ക്ലിക്കായി അതേ പാറ്റേൺ തന്നെയാണ്. ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ത്രില്ലർ സാധനങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ളോ സൈഫൈ സാധനങ്ങളോ അങ്ങനെ ഹൊററോ ഇതെല്ലാം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്യുവർ കോമഡി തിയേറ്ററിൽ പോയി നമുക്കിങ്ങനെ ആസ്വദിച്ച് നമുക്ക് എല്ലാം മറന്ന് ഇങ്ങനെ ചിരിച്ചിറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ആരും ഇപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. വളരെ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ തന്നിട്ടുള്ളത്. വിരലിലെണ്ണാവുന്ന അങ്ങനെ ആയിരുന്നില്ല നമുക്ക്. ഒരു കൊല്ലം ഒരു ഒരു 100 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതൊരു 90 സിനിമയും കോമഡി സിനിമകളായിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ നമ്മളിലെല്ലാം തന്നെ ഇൻഫ്ലുവൻഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ സിനിമയുടെ അടിയിൽ തന്നെ ഇപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്, ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇത് കണ്ടിട്ട്, ഇപ്പോൾ സിനിമയിൽ പുകവലിയും മദ്യപാനമൊക്കെ കണ്ടിട്ട്, സിനിമയിൽ വയലൻസ് കണ്ടിട്ട് ആൾക്കാർ അത് അതേപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ സിനിമയിലെ കോമഡി കണ്ടിട്ട് ലൈഫ് ഹാപ്പി ആവുന്ന സിറ്റുവേഷനും അതേപോലെ തന്നെ ഉണ്ട്. അത് നമുക്ക് ആക്ച്വലി നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സാധനമില്ല. സോ പ്ലീസ് ഡു ന്യൂ കമേഴ്സ് ആയിട്ടുള്ള മൂവി മേക്കേഴ്സ്, എഴുതുന്നവർ. ഇപ്പോൾ ആക്ടേഴ്സ് ഐ തിങ്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സ്. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്കിപ്പോൾ കോമഡി കണ്ടൻറ്റുകൾ ചെയ്യുന്ന കണ്ടൻറ്റ്സ് ഒരുപാടുണ്ട്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഒരുപാടുണ്ട്. ഹാഷർ മുതൽ നമുക്കിങ്ങനെ മലയാളത്തിലും മാത്രമല്ല തമിഴിലും ഒരുപാടുണ്ട്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ട് നമുക്കറിയാം. പക്ഷേ ഇവർക്ക് ആർക്കും പെർഫോം ചെയ്യാനുള്ള, ഇവർക്ക് ആർക്കും ഒരു സ്റ്റേജ് ഇല്ല എന്ന് പറയാം. നമ്മളിപ്പോൾ ഈവൻ കോമഡി ഷോസ് തന്നെ കുറേ നമ്മുടെ മലയാളത്തിലൊക്കെ നടക്കാറുണ്ട്. കോമഡി സ്റ്റാർസ് ഒന്നും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്പർ ഓഫ് ഇൻഫിനിറ്റ് കോമഡി ഷോസൊക്കെ കാണാറുണ്ട്. ജഡ്ജിങ് പാനലുകൾ കാണാറുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ട്, ഇതിലൊക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ല, ഇവർക്ക് പെർഫോം ചെയ്യാനുള്ള പടങ്ങളില്ല. സോ റൈറ്റേഴ്സ് വരണം, ഡയറക്ടേഴ്സ് വരണം, ഇങ്ങനത്തെ പടങ്ങൾ എടുക്കണം എന്ന് ആഗ്രഹമുള്ള പ്രൊഡ്യൂസേഴ്സ് വരണം. നമുക്ക് പണ്ട് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു ഏജിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ആക്ഷനോ സൈഫയോ ഹൊററോ ഒന്നും അല്ല, ദി ബിഗ്ഗസ്റ്റ് ചലഞ്ച് വിൽ ബി മേക്കിംഗ് എ കോമഡി മൂവി. കാരണം ജനറേഷൻ കംപ്ലീറ്റ്ലി മാറി. പണ്ട് നമ്മൾ ആസ്വദിച്ച് അർമാദിച്ച് ചിരിച്ച് കണ്ട സാധനങ്ങൾ പലതും അന്നും ഇന്നും ബോഡി ഷേമിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് പലതും നമ്മൾ ചിരിച്ച് തള്ളിയ സാധനങ്ങളൊക്കെ ഇന്ന് പലതും ക്രിഞ്ചാണ്. ഇങ്ങനെ കംപ്ലീറ്റ്ലി ജനറേഷൻ മാറി. ജെൻസി, ജെൻ ആൽഫ എന്ന് പറഞ്ഞ്
ഈ ജനറേഷനെ കൂടി ചിരിപ്പിക്കണം, പോരാത്തതിന് കഴിഞ്ഞ ജനറേഷൻ, ഇങ്ങനെ എല്ലാവരെയും പ്രോപ്പർലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ വരണം എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരു ആക്ഷൻ പടം എടുക്കുന്ന, ഒരു വലിയ ബ്രഹ്മാണ്ഡ ബിഗ് ബഡ്ജറ്റ് പടം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചലഞ്ചാണ് ഒരു നല്ല കോമഡി സിനിമ എടുക്കുക എന്നുള്ളത്. പ്യുവറായിട്ടുള്ള ഭയങ്കര മറ്റേ എവർഗ്രീൻ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നൊരു സാധനം. ഇപ്പോൾ പലരും പലവരുടെ സിനിമ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച തന്നെ എത്ര സിനിമ ഇറങ്ങണമെന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാസം എത്ര സിനിമ ഇറങ്ങണം, ഒരു വർഷം എത്ര സിനിമ ഇറങ്ങണം, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എത്ര സിനിമകളുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം. അപ്പോൾ എൻ്റെ കൺസേണിൽ കോമഡി ഉണ്ടെങ്കിൽ നമുക്ക് റീവാച്ചബിൾ എബിലിറ്റി ഉണ്ട്. മറ്റ് സിനിമകൾ, മറ്റ് ജോണറുകളെക്കാൾ കൂടുതൽ ഈ റീവാച്ചിങ് എബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഈ കോമഡി സിനിമകൾക്കാണ്. നമ്മളിപ്പോൾ ചില റീലൊക്കെ എടുക്കുമ്പോൾ ചിലവർ കണ്ടിട്ടില്ലേ, ഈ തുടക്കം അവസാനം ഒരേപോലെ വെക്കും. അപ്പോൾ നമുക്ക് അറിയില്ല റീൽ കഴിഞ്ഞോ ഇല്ലയോ, നമ്മളിതിങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഇതേപോലെ നമ്മൾ ലൂപ്പായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കോമഡി സിനിമകളെല്ലാം. അറ്റ്ലീസ്റ്റ് അതിലെ സീക്വൻസുകളെങ്കിലും പല പല ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയി കുറേ വർഷങ്ങളിലേക്ക് അവരവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദശമൂലം ദാമു എന്നുള്ളൊരു ക്യാരക്ടർ ആ സിനിമ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഓർമ്മയിൽ അത് ഫെയിലിയർ ആയിരുന്നു. പക്ഷേ ദെൻ ഇറ്റ് ബിക്കേം എ കൾട്ട്. ഇതേപോലെ വെട്ടം അത് ഇറങ്ങിയ സമയത്ത് ഐ തിങ്ക് ഫെയിലിയർ ആയിരുന്നു, ദെൻ ഇറ്റ് ബിക്കേം എ കൾട്ട്. നമ്മൾ പറയുന്ന കുറേ ഡയലോഗും കുറേ സിറ്റുവേഷൻസും കുറേ സീൻസും ഒക്കെ നമുക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന രീതിയിലാണ് ആ സിനിമകളൊക്കെ തന്നെ നമുക്ക് രജിസ്റ്റർ ആയത്. അതുകൊണ്ട് തന്നെ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ്, നിങ്ങളുടെ സിനിമ നിങ്ങളുടെ ലൈഫ് ലോങ് എല്ലാവരും ഓർത്ത് നിൽക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് മേക്ക് എ കോമഡി മൂവി. നല്ലൊരു കോമഡി പടം എടുക്കുക, അതിങ്ങനെ നിൽക്കും, അതിങ്ങനെ കുറേ കാലത്തേക്ക് ആൾക്കാരിങ്ങനെ ഓർത്ത് വയ്ക്കും, പിന്നീടും പറയും. നല്ല അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുക. ഞാൻ പറഞ്ഞത് ജസ്റ്റ് വെറുതെ എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസറെ കിട്ടി ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടി ചെയ്യുന്ന സാധനങ്ങളല്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും നിലനിൽക്കില്ല. നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ കൊടുത്ത് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു കോമഡി പടം ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ ബി റിഫ്രഷിങ്. നമുക്കത് കിട്ടാറില്ല എന്നതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞ കാരണം. ഇപ്പോൾ സിനിമകളിൽ അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള മറ്റ് കണ്ടൻസിലേക്ക് പോകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മറ്റ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ റീലുകളുടെ റീച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. മിക്കതും കോമഡി കണ്ടൻസ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ അവർക്ക് കിട്ടുന്ന റീച്ച് ചെറുതൊന്നുമില്ല. കാരണം നമുക്കത് ആവശ്യമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് മറ്റവിടെ നമുക്ക് കിട്ടുന്നില്ല. സോ ഇവിടെ ഉള്ളത് നമ്മൾ കാണുന്നു. ഞാൻ പേഴ്സണലി സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പോൾ തമിഴിൽ പരിതാപങ്ങൾ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഗോപിയും സുധാകർ. ഇവർ റിയലായിട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസിന് അതേപോലെ തന്നെ നമ്മുടെ മറിമായി എന്നൊക്കെ പറയില്ല നമ്മുടെ ഇവിടുത്തെ അതേപോലെ, പക്ഷേ കുറേ കൂടി നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ, അവരുടെ മാനറിസംസും അവരുടെ ഡയലോഗ് ഡെലിവറിയും. ഇപ്പോൾ ചില സമയത്ത് അവർ മറ്റേ ഈ ബംഗാളിയായിട്ടൊക്കെ വന്നിട്ട് കുറേ ഡയലോഗുണ്ട്, ചില സമയത്ത് പെൺവേഷം കിട്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ. ഇങ്ങനെ അവരെന്താണ് ചെയ്യാൻ പോകുന്നുള്ളവരുടെ തമ്മിൽ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഒരു 10-14 മിനിറ്റ് ഇറ്റ് വിൽ ബി ഓൺ. ഞാൻ അത് സ്ഥിരമായിട്ട് ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ ഫോളോ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് തമിഴ് സിനിമകളിൽ നിന്ന് ഇത് കിട്ടാറ്. സോ നല്ല കണ്ടൻറ്റ് വരെ ഇറക്കുമ്പോൾ ഇതിൽ അന്വേഷിച്ചു പോകും. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് ഓൺ സ്ക്രീൻ നമ്മളിപ്പോൾ ക്രൗഡിൻ്റെ ഒപ്പം ഇരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മൾ ആ തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ട് നമ്മൾ മനസ്സ് വിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കുറേ കാലമായിട്ട് നമുക്ക് മിസ്സായിട്ടുണ്ട്. അത് മിസ്സായി എന്നുള്ളത് പലരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയുന്നു. പക്ഷേ എനിക്കത് പേഴ്സണലി ഭയങ്കരധികം ഓർമ്മ വരുന്ന സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ച് പോയിരുന്നു, നമുക്ക് മനസ്സറിഞ്ഞ് നമ്മളെല്ലാം മറന്നങ്ങനെ ചിരിക്കുക എന്ന് പറയില്ല. ആ ഒരു സുവർണ്ണ കാലഘട്ടം ഒന്ന് തിരിച്ചു വരണം. വല്ലപ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് കൊല്ലത്തിൽ ഒരു പടമെങ്കിലും ഇതുപോലെ ഒരു നല്ല കോമഡി പടം, ഞാൻ പറയുന്നത് ഫുൾ ആയിട്ടുള്ള കോമഡി പടം, കോമഡിക്ക് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ളൊരു പടം, അത് ദാറ്റ് വിൽ സ്റ്റേ ഓൺ ഫോർ എവർ. ആൻഡ് ഇപ്പോൾ കുറേ സിനിമകളിൽ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്, വരാറില്ല. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിൽ വന്നിട്ടുള്ള എല്ലാ വലിയ സിനിമകൾക്കും എല്ലാ വലിയ ബഡ്ജറ്റ് പടങ്ങളും ഫസ്റ്റ് പാർട്ടാണ്. അതിന് സെക്കൻഡ് പാർട്ട് 2 ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ആ പടം നിർത്തുന്നത് തന്നെ. അങ്ങനത്തെ ഒരു പടം ആർക്കും വേണ്ട, പടം എടുക്കാനും വയ്യ, കാണാനും ആർക്കും വയ്യ, ഫസ്റ്റ് തന്നെ കണ്ടതോ എന്തോ വലിയ കാര്യം പറഞ്ഞിട്ടാണ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ തന്നെ ആക്ഷനും മിസ്റ്ററി സൈഫൈ അങ്ങനത്തെ സിനിമകളായിരുന്നെങ്കിൽ നമ്മൾ മലയാളത്തിൽ 2-3 പാർട്ടുകൾ എടുത്തിട്ടുള്ള, നമ്മൾ ഫ്രാഞ്ചൈസുകൾ എടുത്തിട്ടുള്ള ടീംസാണ്. നമുക്ക് പഴയ നാടോടി കാറ്റും പട്ടണപ്രവേശം, അക്കരെ ഇപ്പോൾ ആസ് എ 3 പാർട്ട് മൂവി. നമ്മൾ ഹരിഹർ നഗറിന് നമ്മൾ 3 പാർട്ട് എടുത്തിട്ടുള്ളതാണ്. റാംജി റാവ് സ്പീക്കിങ്ങിന് നമ്മൾ 2-3 പാർട്ട് എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്യാതെയൊന്നുമല്ല. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പടം ഹിറ്റായില്ലെങ്കിൽ, ഒരു പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ വരാനുള്ള ചാൻസും ഇല്ല. ആ സെക്കൻഡ് ഹിറ്റായി മാത്രമാണ് തേർഡും വരെ. അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. തുടങ്ങുന്ന പല പടങ്ങളും ഫസ്റ്റ് പാർട്ട് പോലും ഹിറ്റാവാതിരിക്കുന്ന സമയത്താണ് സെക്കൻഡും തേർഡൊക്കെ അനൗൺസ് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് തന്നെ വി ഓൾറെഡി ഹാവ് ഡൺ ഇറ്റ്. പണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്, നമുക്കിഷ്ടമാണ്. ഇന്നത്തെ കാലത്ത് കോമഡി ഇറക്കിയ ആൾക്കാർ കാണുമോ, ഇത് ക്രിഞ്ചാണെന്ന് പറയുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരിങ്ങനെ മാറി നിൽക്കുന്നുണ്ടാവും. എല്ലാം മറന്നേക്കും. നല്ല സാധനമാണെങ്കിൽ, നല്ല കോമഡി ആണെങ്കിൽ ആൾക്കാർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുള്ളത് തീർച്ചയായും. നമുക്ക് അന്ന് ഇവരൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതുപോലെ പണ്ട് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും കോമഡി സിനിമകളൊക്കെ ഇറക്കുമ്പോഴും
ഇത് നമുക്ക് ആക്ഷനും നമുക്ക് മറ്റ് സിനിമകളും മാത്രം പോരേന്ന് വിചാരിച്ച് അന്ന് ഇവർ ഇറക്കാതെ ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് പറയാൻ ഒരു ഡയലോഗ് പോലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. സിനി ഫയൽസിൻ്റെ ഇടയിലുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഒന്നും വേണ്ട, ഇപ്പോൾ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞൊരു ഡയലോഗ് കല്യാൺ രാമനിൽ കല്യാണം മുടങ്ങി നിൽക്കുന്ന സമയത്ത് സലീം കുമാർ പറയുന്ന ഡയലോഗാണ്. നമ്മളിത് ലൈഫിൽ എവിടെയൊക്കെ എന്തൊക്കെ സിറ്റുവേഷൻസിൽ അതൊക്കെ നമ്മൾ പേഴ്സണലി എവിടെയൊക്കെ എത്ര വട്ടം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ആ ഡയലോഗ് പറയാത്തൊരു മലയാളി പോലും ഉണ്ടാവില്ല. ഇതേപോലെ ഞാൻ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, ഇതുപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് കുറേ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ള ഇതിൽ നിന്നാണ്. സോ ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കോമഡി വേണം, കോമഡി പടങ്ങൾ വേണം. നമുക്ക് റീലിലോ സോഷ്യൽ മീഡിയയിലോ മാത്രം കണ്ടാൽ പോരാ, ഇത് ബിഗ് സ്ക്രീനിലേക്ക് വരണം. നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള സാധനം നമുക്ക് ഒന്നും കൂടി ഒന്ന് പൊടി തട്ടി എടുക്കണം. ന്യൂ കമേഴ്സ് ആയിട്ടുള്ള പുതിയ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, പുതിയ സിനിമകൾ എഴുതണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലീസ് ഡു മേക്ക് എ ഗുഡ് മലയാളം കോമഡി മൂവി. നമുക്ക് ഒരിടയ്ക്ക് തമിഴിലും കുറേ ഉണ്ടായിരുന്നു. തമിഴ് ഇതുപോലെ നമുക്ക് ഇത് ചെയ്യുന്ന ആക്ടേഴ്സ് നിർത്തിയതും വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ തമിഴിലിപ്പോൾ നമുക്ക് വിവേകം, വെടിവേലു, സന്താനം ഒരിടയ്ക്ക്, അങ്ങനെ മലയാളത്തിലാണെങ്കിൽ സുരാജേട്ടൻ വരെയുള്ള ആ ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇടയ്ക്കൊക്കെ ഓരോരുത്തർ വന്ന് ഷൈൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഫുൾ ഓൺ ത്രൂ ഔട്ട് നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരാൾ ആരുമില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരും വരണം, ആക്ടേഴ്സും വരണം, അങ്ങനത്തെ പടങ്ങളും വരണം. ഫുൾ ത്രൂ ഔട്ട് കോമഡി പടങ്ങൾ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണം. ആ ഒരു ജേണറിനെ നമ്മൾ മറക്കരുത്. ആ ഒരു ജേണറിൽ തന്നെ നമ്മൾ ഒന്ന് പൊടി തട്ടിയെടുക്കും. ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ പറയുന്നത് 24/7 നമുക്ക് കോമഡി പടങ്ങൾ വരണമെന്നല്ല. നമ്മളിപ്പോൾ എല്ലാ ജോണറിനും ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു പോയിന്റ് എത്തിയപ്പോൾ മറന്നുപോയ ഒരു കോമഡി എന്നുള്ള ജോണറിനെ കൂടി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഫെല്ലോ ഫിലിം മേക്കേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.